ആചാര പെരുമ കൊണ്ടും ഗ്രാമീണ ഭംഗി കൊണ്ടും പേരുകേട്ട ഉത്സവമാണ് വടയാറ് ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ആറ്റുവേല. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള വടയാറ് ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രശസ്തമായ ജലഘോഷയാത്രയാണ് ആറ്റുവേല. എല്ലാ വർഷവും മീനമാസത്തിലെ അശ്വതി നാളിലാണ് ഈ മഹോത്സവം നടക്കുന്നത്. വടക്കങ്കൂർ രാജവംശത്തിൻ്റെ ദേവതയായ ഇളങ്കാവ് ഭഗവതിയെ കാണുവാനായി മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂർ ഭഗവതി ജലമാർഗം വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂരമ്മയെ സ്വീകരിക്കുന്ന ചടങ്ങായാണ് ആറ്റുവേല ആഘോഷിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിനു പകരം ദേവി മൂവാറ്റുപുഴയാറിലൂടെ ആറ്റുവേല ചാടിലാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വലിയ 2 കെട്ടുവള്ളങ്ങൾക്ക് മുകളിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ 3 നിലകളിലായി നിർമ്മിക്കുന്ന മനോഹരമായ നിർമ്മിതിയാണ് ആറ്റുവേല ചാട്. വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ച ഈ ചാട് രാത്രിയിൽ ആറിലൂടെ ഒഴുകി നീങ്ങുന്നത് കാണാൻ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള ആറ്റുവേല കടവിൽ നിന്നാണ് ജലഘോഷയാത്ര ആരംഭിക്കുന്നത്. മീനമാസത്തിലെ അശ്വതി നാൾ 18 നാഴിക പുലരുമ്പോൾ ആറ്റുവേല ചാടിൻ്റെ മുകളിലത്തെ നിലയിൽ സർവാഭരണ വിഭൂഷിതയായ കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തും. വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച ചെറിയ തോണികളുടെയും അകമ്പടിയോടെ ഇത് ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. ആറ്റുവേല മൂവാറ്റുപുഴയാറിലൂടെ നീങ്ങുമ്പോൾ ഇരു കരകളിലുമുള്ള ഭക്തർ നിറദീപങ്ങൾ തെളിയിച്ച് അരിയും പൂവും വെറ്റിലയും തൂകി ആറ്റുവേലയെ വരവേൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. വിവിധ കരക്കാരുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും ഗരുഡൻ തൂക്കച്ചാടുകളും ആറ്റുവേലയെ അനുഗമിക്കും. ആഘോഷപൂർവം പുലർച്ചെ ക്ഷേത്രത്തിലെത്തുന്ന ദേവിയെ ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പള്ളി സ്രാമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു. തൂക്കച്ചാടിലെത്തുന്ന ഗരുഡന്മാർ പള്ളി സ്രാമ്പിന് വലം വെച്ച് തൂക്കം അവസാനിപ്പിക്കുന്നു. പിറ്റേന്ന് ഭരണി നാളിൽ നടക്കുന്ന പീലിത്തൂക്കം, കരത്തൂക്കം എന്നിവയ്ക്ക് ശേഷം നാട്ടുകാരെ അനുഗ്രഹിച്ച് ദേവി കൊടുങ്ങല്ലൂർക്ക് മടങ്ങും. ഇതാണ് ആറ്റുവേലയുടെ മാഹാത്മ്യം.